ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ചു നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ദേവാലയ ശുദ്ധീകരണം. അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കുവാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. യേശു ദേവാലയ ശുദ്ധീകരിക്കുന്നു. ദേവാലയത്തിൽ യേശു എല്ലാ ദിവസവും ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ ദിവസം ആളുകൾ ദേവാലയത്തിൽ കൂടി യേശുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. യേശു ഒരു ദിവസം ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളുകളെ ഒഴിവാക്കുവാൻ തീരുമാനിക്കുകയും യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ ആലയം കച്ചവട കേന്ദ്രമാക്കിയിരിക്കുന്നു. എൻ്റെ ആലയത്തിൻ്റെ പേര് തന്നെ പ്രാർത്ഥനാലയം എന്നാണ്. ആ പ്രാർത്ഥനാലയത്തിലാണ് നിങ്ങൾ ദിവസവും കച്ചവടം നടത്തുന്നത്. നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹകളായി മാറ്റിയിരിക്കുന്നു. അതിന് ഞാൻ സമ്മതിക്കില്ല. ഈ പ്രാർത്ഥനാലയം എന്നും പ്രാർത്ഥനാ ആലയമായിരിക്കണമെന്ന് ഈശോയ്ക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് കച്ചവട സംഘത്തെ അവിടെ നിന്ന് ഒഴിവാക്കുവാൻ ഈശോ തീരുമാനിച്ചത്. ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും ജ്ഞാനിമാരും ഇവനെ നശിപ്പിക്കുവാൻ വേണ്ടി പല തന്ത്രങ്ങളും അവർ നോക്കി വെച്ചിരുന്നുവെങ്കിലും യേശു അതിലൊന്നും ഉൾപ്പെടാതെ തൻ്റെ ദേവാലയം പ്രാർത്ഥനാലയമാക്കുവാൻ വേണ്ടിയുള്ള ദേവാലയത്തിൽ ഈശോ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. യേശുവിൻ്റെ വാക്കുകളിൽ ജനങ്ങൾ വിശ്വസിക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. ജനങ്ങളെല്ലാം യേശുവിൻ്റെ വാക്കുകളിൽ മുഴുകി കേട്ട് അവനെ വിട്ടുപോകാതെ യേശുവിനോട് കൂടെ ജീവിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് അവർക്ക് യേശുവിനെ ഒന്നും ചെയ്യുവാൻ സാധിക്കാതെയായി വന്നു. നമ്മുടെ ഈ സുവിശേഷം ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും യേശുവിൻ്റെ വചനം അനുസരിച്ച് ജീവിതകാലം മുഴുവൻ നമ്മൾ ജീവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ആരെല്ലാം എന്തെല്ലാം തന്ത്രങ്ങൾ മെടഞ്ഞെടുത്താലും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ശക്തനായവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം എന്തിനാണ് ഭയപ്പെടുന്നത്? ഈശോയുടെ പരിശുദ്ധമായ വചനങ്ങൾ അനുസരിച്ച്
നമുക്ക് ഈ വലിയ നോയമ്പിൻ്റെ ആഴ്ചയിൽ, ഈ വലിയ ആഴ്ചയിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം ധ്യാനിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.